മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. രാവിലെ സെല്ല് പരിശോധിക്കുന്നതിനിടെയാണ് ഗോവിന്ദചാമി ജയിലിലില്ലെന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. ജയിലിനകത്ത് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിയുകയായിരുന്നു ഗോവിന്ദചാമി. ഇയാൾക്കായി ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ ചാടിയത്. ജയിൽ അധികൃതർ ഇന്ന് രാവിലെ സെല്ല് പരിശോധിച്ചപ്പോഴാണ് ഇയാളെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തൽ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഇയാൾക്കായി പോലീസ് വ്യാപക തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇയാൾ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നത് വ്യക്തമല്ല. വിവരങ്ങളുമായി വിസ്മയ ചേരുന്നു. വിസ്മയ, ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുകയാണ്. ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് രാവിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്തായാലും നമ്മൾ കേട്ടത്. അതായത് ഈ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിയിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കായുള്ള പരിശോധന നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ, ബസ് കേന്ദ്രങ്ങളിലായിരിക്കും പരിശോധന നടത്തുക. എന്തായാലും ഒരു കൈ മാത്രം ഉള്ളതിനാൽ ഈ പരിശോധന കുറച്ചും കൂടെ എളുപ്പമായിരിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു സൗമ്യ കൊലക്കേസ്, അതായത് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് സൗമ്യ കൊലക്കേസ്. അതിലെ ഒരു പ്രതിയാണ് ഗോവിന്ദചാമി. അതിലെ മുഖ്യ പ്രതിയാണ് ഗോവിന്ദചാമി. ഇന്ന് രാവിലെ പോലീസുകാർ സ്ഥിരമായുള്ളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയതായി, അല്ലെ ആ സെല്ലിൽ ഗോവിന്ദചാമി ഇല്ലാത്തതായി പോലീസുകാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഇവർ പരിശോധിക്കുകയും സെൻട്രൽ ജയിലിനുള്ളിൽ ഗോവിന്ദചാമി ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സെല്ലിലും ജയിലിലും പരിശോധന നടത്തിയെങ്കിലും കാണാതായതോടെയാണ് ഇവർ ഈ വിവരം സ്ഥിരീകരിച്ചത്. ജയിലിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള, ആദ്യം ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലായിരുന്നു അധികൃതർ. എന്നാൽ പിന്നീട് ആ പരിസരങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു ഗോവിന്ദചാമി സെല്ലിലും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തും ഇല്ല എന്നുള്ളത് വിവരം പോലീസുകാർ സ്ഥിരീകരിച്ചത്. എന്തായാലും 2011 ഗോവിന്ദചാമിയുടെ ഈ ഒരു കേസ് വരുന്നത്. അതായത് സൗമ്യ കൊലക്കേസ് 2011 വരുന്നത്. അതായത് എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റ് വെച്ചാണ് ഗോവിന്ദചാമി സൗമ്യ എന്ന യുവതിയെ ആക്രമിക്കുന്നത്. ഈ ഗോവിന്ദചാമി തമിഴ്നാട് സ്വദേശിയാണ്. നമുക്കറിയാം 2011 എല്ലാവരും ഒരുപോലെ എല്ലാവരും ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഈ ഗോവിന്ദചാമി, ഈ ഒരു സൗമ്യ കൊലക്കേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രതി ജയിൽ ചാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തായാലും എല്ലാവരുടെയും മനസ്സിലൊരു ഭീതി പടർന്നിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ പോലീസുകാർ നിലവിൽ പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ഉണ്ടാവുക. അതുപോലെ ഈ ഒരു ഗോവിന്ദചാമിയുടെ ഒരു പ്രത്യേക കഴിവ്, അതായത് ആദ്യത്തെ ആ കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഗോവിന്ദചാമിയുടെ ഒരു പ്രത്യേക ഒരു കഴിവാണ് ഈ പോകുന്ന, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അതിവേഗം കയറുക, അതുപോലെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അതിവേഗം ഇറങ്ങിപ്പോവുക എന്നുള്ള ഈ ഒരു കഴിവ് ഇത് ഗോവിന്ദചാമിക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യം തന്നെ ഒരു പരിശോധന നടത്തുക. ഇയാളെ മുന്നേയുള്ള കൊലക്കേസിൽ തന്നെ ഇയാളൊരു ഹെബിച്വൽ ഒഫൻഡർ ആണെന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഇയാൾക്കുള്ള അന്വേഷണം കടുപ്പിച്ച് തന്നെയാണ് പോലീസ് നിലവിലുള്ളത്. കണ്ണൂർ ചുറ്റുവട്ടത്തെല്ലാം, അതായത് ഈ ഒരു ഗോവിന്ദചാമി രക്ഷപ്പെടാനിടയുള്ള എല്ലാ സ്ഥലങ്ങളും എന്തായാലും ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ മുഴുവനായി തിരച്ചിൽ നടത്തും. കണ്ണൂരിൽ നിലവിൽ പോലീസുകാർ വളരെ ശക്തമായി തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
2011 ഒരു ഷൊർണൂർ എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലേക്ക് ഇയാൾ ഗോവിന്ദചാമി ചാടി കയറുകയും പിന്നെ ഒരു മുള്ളൂർക്കര ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് വനിതാ കമ്പാർട്ട്മെൻറ്റിൽ എത്തി സൗമ്യ എന്ന യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ ഈ ഒരു ഗോവിന്ദചാമി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറക്കുകയായിരുന്നു. എന്തായാലും ഇയാൾക്ക് ഒരു കൈ മാത്രമുള്ളതിനാൽ പരിശോധന കുറച്ചും കൂടെ എളുപ്പമാകും. ഒരു കൈ മാത്രമുള്ള ഒരാളെന്ന് പറയുമ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ എന്തായാലും എളുപ്പം തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ കണ്ണൂരിൽ എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലായിടത്തും പോലീസ് ഈ ഒരു തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ദീപ്തി, തീർച്ചയായും വിസ്മയ, നമുക്കറിയാം ഈ ഒരു ഗോവിന്ദചാമിക്ക് വധശിക്ഷ അടക്കം നൽകണമെന്ന ശക്തമായ ഒരു ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഈ ഒരു പ്രതിക്ക് ജീവപര്യന്തം നൽകിയത് വളരെയധികം വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു, വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. സുരക്ഷാ പരിശോധനയിൽ ഇയാളെ ജയിലിൽ കാണാനില്ല എന്നൊരു വിവരം ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു തിരച്ചിൽ തന്നെ വീണ്ടും വിമർശനങ്ങൾ ഉയരാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരച്ചിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും നടത്തുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും ദീപ്തി, ഈ ഒരു സൗമ്യ കൊലക്കേസ് ഉണ്ടായ സമയത്ത് തന്നെ ആളുകളുടെ മനസ്സിൽ വളരെ വലിയൊരു ഭീതി പടർത്തിയ ഒരാളായിരുന്നു ഈ ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഒറ്റക്കൈയാണ്. ഒറ്റക്കൈയിലും എങ്ങനെ ഇത്തരം ഒരു കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെ ആൾക്കാരിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ ഒരു ഒറ്റക്കൈ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു കഴിവ് കുറവായി ആരും കണക്കാക്കിയിട്ടില്ല. ഒറ്റക്കൈയിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവരും പേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്നൊരു മനുഷ്യനെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇത്തരം ഒരു ന്യൂസ് എല്ലാവരെയും, അതായത് കണ്ണൂരടക്കം എല്ലായിടത്തുള്ള ആളുകളെ എന്തായാലും ഒരു ഭീതിയിൽ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരിശോധന എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകിട്ട് തടവുകാരെ എണ്ണി സെല്ലിനുള്ളിൽ കയറ്റും. അതുപോലെ രാവിലെ സെല്ലുകൾ തുറക്കുന്നതിന് മുമ്പ് ഒരു പരിശോധനയുണ്ട്. ആ ഒരു പരിശോധനയിലാണ് ഈ ഒരു ഗോവിന്ദചാമി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ രാവിലെ 7 മണി മുതൽ, അതായത് ഒരു പുലർച്ചയോട് അടുപ്പിച്ചായിരിക്കണം ഇവർ ഈ പരിശോധന തുടങ്ങിയിട്ടുണ്ടാകുക. രാവിലെ 7 മണി മുതൽ 7 മണി വരെ ജയിലിനുള്ളിൽ തന്നെ തെരച്ചിൽ നടത്തുകയായിരുന്നു പോലീസുകാർ. പിന്നീടാണ് തുണി ചേർത്ത് വടം കെട്ടിയുണ്ടാക്കി ജയിൽ ചാടിയതായിട്ട് അവർ കണ്ടത്. അതായത് തുണി ചേർത്ത് വടം കെട്ടിയാണ് ഈ ഒരു ഗോവിന്ദചാമി ജയിൽ ചാടിയതായി പോലീസുകാർ പറയുന്നത്. ഒരു കെട്ടിയുണ്ടാക്കിയ ഒരു വടം നിലവിൽ കണ്ടെത്തി ജയിലിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തന്നെ പോലീസ് പരിശോധന വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ആൾക്കാരുടെ മനസ്സിൽ ഭീതി പടർത്തിയൊരു സംഭവമായതിനാൽ തന്നെ കണ്ണൂരടക്കം മറ്റ് സ്ഥലങ്ങളിലും പരിശോധന പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും വിസ്മയ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ ചാടിയത്. ജയിൽ അധികൃതർ പരിശോധിച്ചപ്പോഴാണ് ഇയാളെ കാണാനില്ലെന്ന് മനസ്സിലായത്. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഇയാൾക്കായി പോലീസ് വ്യാപക തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇയാൾ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടതെന്നത് വ്യക്തമല്ല. എല്ലാ ദിവസവും വൈകിട്ട് തടവുകാരെ എണ്ണി സെല്ലിനുള്ളിൽ കയറ്റും. അതേപോലെ രാവിലെ സെല്ലുകൾ തുറക്കുന്നതിന് മുമ്പും പരിശോധനയുണ്ട്. ആ പരിശോധനയിലാണ് ഗോവിന്ദചാമി ഇല്ലെന്ന് മനസ്സിലാകുന്നത്. രാവിലെ 7 മണി വരെ ജയിലിനുള്ളിൽ തന്നെ തെരച്ചിൽ നടത്തുകയായിരുന്നു. തുണി ചേർത്ത് വടം കെട്ടിയുണ്ടാക്കി ജയിലിൽ ചാടി എന്നാണ് പ്രാഥമിക വിവരം. വിസ്മയാണ് വിവരങ്ങൾ നൽകിയത്.
വിസ്മയ, നമുക്കറിയാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഈ സൗമ്യ വധക്കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് പുറത്ത് ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീതി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭീതി പരത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇയാൾ എവിടെയാണ്, ഏതൊരു സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കില്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈക്ക് സ്വാധീനക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താൻ സാധ്യത കൂടുതലാണ് എന്ന വിലയിരുത്തലാണ് പോലീസ്. എന്നിരുന്നാലും ഇയാൾക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഏറെ സുപരിചിതമായ ഒരു മുഖം തന്നെയായിരിക്കാം. എന്നിരുന്നാലും ഇയാളുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും നിലവിൽ കണ്ണൂരിൽ DGP ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു പ്രതി ചാടിപ്പോയതിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ജാഗ്രത എന്തായാലും എല്ലാവരും കരുതണമെന്ന നിലയിൽ നിലവിൽ കണ്ണൂർ DGP ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പുതിയൊരു വിവരം ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ 1:15 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ ആയിരിക്കാം ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്നുള്ളൊരു വിവരം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പുറത്തു നിന്ന്, അതായത് ഒരു കൈ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതും അതീവ സുരക്ഷാ ജയിലാണ്. എങ്ങനെ ചാടി എന്നുള്ളൊരു തുണി വട്ടം വെച്ച് ചാടിയതാണ്. എന്നാലും പുറത്തു നിന്നൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിലും ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ഈ അതീവ സുരക്ഷാ ബ്ലോക്കിൽ ജയിലിൽ തനിച്ചായിരുന്നു ഈ ഗോവിന്ദചാമി. അതിൽ തന്നെ സെല്ലിൻ്റെ കമ്പികൾ അറുത്തുമാറ്റിയാണ് രക്ഷപ്പെട്ടത്. സെല്ലിൻ്റെ കമ്പികൾ അറുത്തുമാറ്റുകയും പിന്നെ അതുപോലെ തന്നെ തുണി ചേർത്ത് വടം കെട്ടി ഉണ്ടാക്കി ജയിൽ ചാടുകയായിരുന്നു ഈ ഒരു ഗോവിന്ദചാമി. ജയിലിലെ ക്വാറന്റീൻ ബ്ലോക്ക് വഴിയാണ് ഈ ഒരു ഗോവിന്ദചാമി പോയിരിക്കുന്നത്. അസുഖമുള്ളവരെ മാത്രം താമസിപ്പിക്കുന്ന ബ്ലോക്കായിരുന്നു ആ ഒരു ക്വാറന്റീൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചാടാൻ വേണ്ടിയുള്ളൊരു കാര്യം കുറച്ചും കൂടെ എളുപ്പമാക്കിയത് ഇതുതന്നെയായിരുന്നു. ആ ഒരു ക്വാറന്റീൻ ബ്ലോക്ക് വഴി ആരുമില്ല. 1:15 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഉറങ്ങുന്നൊരു സമയം, അതുപോലെ തന്നെ ആ ഒരു ചുറ്റുവട്ടത്ത് ആരുമില്ല എന്ന് ഉറപ്പാക്കി തന്നെ ആകണം ഇത്തരം ഒരു ജയിൽ ചാട്ടം നടന്നിരിക്കുന്നത്. എന്തായാലും കമ്പി അറുത്തുമാറ്റി തുണി വടം കെട്ടി ഉണ്ടാക്കി ജയിൽ ചാടുക എന്ന് പറയുന്നത്, അതും അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ചാടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എന്തായാലും ഇതിൽ നിലവിൽ DGP ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തിരച്ചിൽ നടത്താൻ റേഞ്ച് IG-മാരും ഇപ്പോൾ ഈ ഒരു പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ റേഞ്ച് IG-മാരും ചേർന്നിരിക്കുകയാണ്. അങ്ങനെ മുഴുവനായി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ മുഴുവൻ പ്രദേശങ്ങളിലും അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഈ ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്നത് 2011 സൗമ്യ കൊലക്കേസ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോളിളക്കം, കേരളത്തെ തന്നെ മുഴുവനായി കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു സൗമ്യ കേസ് എന്ന് പറയുന്നത്. 2011 ഫെബ്രുവരി മാസത്തിലൊരു രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു കേരള ജനങ്ങളുടെ മനസ്സിൽ ഞെട്ടിക്കുന്നൊരു വിവരമായി ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നത് 2011 ഫെബ്രുവരിയിലെ ഒരു രാത്രിയിലായിരുന്നു. ഈ ഒരു സൗമ്യ എന്ന് പറയുന്ന യുവതിയെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയായിരുന്നു ഈ ഗോവിന്ദചാമി. എന്തായാലും ആ ഒരു എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിനിൽ നിന്ന് വനിതാ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചേരുകയും ആ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനം അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകം ഈ ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരാൾ ചെയ്തിരുന്നത്. അതും അപ്പോഴും ആൾക്കാരിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഒരു ഒറ്റ കൈയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ട്രെയിനിൽ ചാടിക്കയറിയതും എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഞെട്ടലും സംശയവും ഉണ്ടാക്കി തീർത്തൊരു കാര്യമായിരുന്നു. പിന്നീട് ഇയാളുടെ കേസിൽ അന്വേഷണം നടത്തുകയും ഇയാളൊരു ഹെബിച്വൽ ഒഫൻഡർ ആണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരികയുമായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാളുടെ ഒരു കഴിവാണ് ഈ ഒരു വേഗതയിൽ പോകുന്ന ട്രെയിനിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറുക, അതുപോലെ തന്നെ ആ ഒരു വേഗതയിൽ പോകുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഇയാളുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ ഇയാൾക്ക് അനായാസമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഈ ഒരു വേഗത കൂടിയ ട്രെയിനിൽ നിന്ന് ചാടിക്കയറുക ഇറങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണം വളരെ ഊർജിതമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായുള്ളൊരു അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ്
ഈ ഒരു ഗോവിന്ദചാമി ചാടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ DGP ജില്ലയിലൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പുതിയതായി വിവരം ലഭിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഗോവിന്ദചാമിയെ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഗോവിന്ദചാമി ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് നമ്പറും നിലവിൽ പോലീസുകാർ പുറത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദീപ്തി. തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ സൗമ്യ വധക്കേസ് പ്രതിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാവിലെ സെല്ല് പരിശോധിക്കുന്നതിനിടയിലാണ് ഗോവിന്ദചാമി ജയിലിൽ ഇല്ലെന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. ജയിലിനകത്ത് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ലായിരുന്നു. സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും ശേഷം അയാൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ നൽകുകയായിരുന്നു. ഇയാൾക്കായി ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. വിസ്മയ, ഇതുപോലെ തന്നെ ഈ ഒരു ജയിലിൽ നിന്ന് അതീവ സുരക്ഷ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഇയാൾ പുറത്തു ചാടിയിരിക്കുന്നത്. അതും വടം കെട്ടി ആണ് പുറത്തു ചാടിയിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംഭവത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിലായിരിക്കും പോലീസ് ഇനി മുതിരുക? ദീപ്തി, നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും. അതായത് ഇതൊരു അതീവ സുരക്ഷാ ജയിലായതുകൊണ്ട് തന്നെ, അവിടെ നിന്ന് സെൻട്രൽ ജയിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചാടിപ്പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു പ്രതി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയൊരു വീഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദീപ്തി. എന്തായാലും ഇതിൽ തന്നെ പറയുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമായതുപോലെ തന്നെ ഒരു 1:15 ഇയാൾ ജയിലിൻ്റെ കമ്പി മുറിക്കുകയും അതിനുശേഷം തുണി ചേർത്ത് വടം കെട്ടി ജയിൽ ചാടുകയുമായിരുന്നു. അതും ഒരു ക്വാറന്റീൻ ബ്ലോക്ക് വഴിയാണ് ഇയാൾ പോയത്. അതുപോലെ ആ ഒരു ക്വാറന്റീൻ ബ്ലോക്കിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു ഒരു പുലർച്ചെ 1:15 എന്ന് പറയുമ്പം മിക്കപ്പോഴും എല്ലാവരും ഉറങ്ങുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഈ ക്വാറന്റീൻ ബ്ലോക്കിൻ്റെ ഭാഗത്ത് ആളുകൾ ഇല്ലാത്തത് എന്നിരുന്നാലും ഈ ഒരു രക്ഷപ്പെടലിനെ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണെങ്കിലും നിലവിൽ അന്വേഷണം വളരെ ശക്തമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലകളിൽ റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകൾ, ആ ഒരു കേന്ദ്രങ്ങളിലൊക്കെ പരിശോധന നടത്തി വരികയാണ്. ജാഗ്രതാ നിർദ്ദേശം DGP നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് IG-മാരും ഈ ഒരു പരിശോധനയിൽ, ഈ ഒരു തെരച്ചിൽ നടത്താൻ പോലീസുകാരുടെ കൂടെ കൂടിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വധശിക്ഷ വിധിക്കപ്പെട്ടിരുന്നെങ്കിലും